ഹായ് ആൾ, വെൽക്കം ബാക്ക് ടു ലൈഫ് ലൈൻ മലയാളം. ഇന്നത്തെ വീഡിയോ കംപ്ലീറ്റ്ലി ഗ്രോത്ത് റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. എന്താണ് ഈ ഗ്രോത്ത് എന്ന് പറയുന്നത്? ഫിസിക്കലി ആൻഡ് മെൻ്റലി, ഇമോഷണലി, ഫിനാൻഷ്യലി ഒരുപാട് ടൈപ്പ് ഗ്രോത്ത് ഉണ്ട്. സോ എന്താണ് നിങ്ങളുടെ ലൈഫിലുള്ള ഗ്രോത്ത്? അതൊരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതാണോ അതോ 2 ദിവസം കൊണ്ട് സംഭവിക്കുന്നതാണോ? അല്ല അല്ലേ. ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരിക്കലും പെട്ടെന്നുണ്ടാകുന്ന ഒരു കാര്യമല്ല. അത് ഓരോ ദിവസവും ചെറിയ ചെറിയ ചേഞ്ചസ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുത്തുമ്പോൾ, അല്ലെങ്കിൽ ഓരോ സ്റ്റെപ്പും നിങ്ങൾ മുന്നോട്ട് എടുത്ത് വെക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പതിയെ പതിയെ നിങ്ങൾക്ക് വിസിബിളായി വരുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ പതിയെ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്ന ഒന്നാണ് ഗ്രോത്ത്. ചില ആളുകൾ കണ്ടിട്ടില്ലേ, അവർ ജനിക്കുന്നതും വളരുന്നതും ഒക്കെ ഒരേ ഒരു സാഹചര്യത്തിലായിരിക്കും. പക്ഷേ ഒരാളുടെ ലൈഫ് നല്ല ബെറ്ററായി നല്ല ഗ്രോ ചെയ്ത് നല്ല സക്സസ് ഉണ്ടാകുമ്പോൾ മറ്റേ ആളുടെ ലൈഫിൽ പ്രത്യേകിച്ച് വലിയ ചേഞ്ചസ് ഒന്നും ഇല്ലാതെ, പ്രത്യേകിച്ച് വലിയ സക്സസ്സും ഒന്നും ഇല്ലാതെ ഒരു മിനിമലായിട്ടുള്ള എല്ലാം ഒരു അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ലൈഫ് അങ്ങനെ മുന്നോട്ട് പോകുമായിരിക്കും. ഇവിടെയുള്ള വ്യത്യാസം എന്താ? ഒരാളുടെ ലൈഫിൽ നല്ല ഗ്രോ ഉണ്ടായി, അതായത് നല്ല ഗ്രോത്ത് ഉണ്ടായി, അയാൾക്ക് നന്നായിട്ട് വളരാൻ പറ്റി. പക്ഷെ മറ്റേ ആൾക്ക് ഗ്രോത്ത് ഉണ്ടായില്ല അയാളുടെ ലൈഫിൽ. സോ ഇവിടെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നത്, അതായത് നിങ്ങളുടെ ലൈഫിലെ നിങ്ങളുടെ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്നത് നിങ്ങളുടെ തീരുമാനങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെയാണ്. സോ പെട്ടെന്ന് ചാടിക്കയറി ഒരു തീരുമാനം എടുത്ത് അതിൻ്റെ പുറത്ത് ഗ്രോത്ത് ഉണ്ടാവുമോ? ഇല്ല. സാവകാശം സംഭവിക്കുന്ന ഒന്നാണല്ലേ ഗ്രോത്ത്. ഇനിയിപ്പോൾ ഒരാൾക്ക് വലിയ വീട്, വലിയ ജോലി, അല്ലെങ്കിൽ ഒരുപാട് പണം, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഗ്രോത്ത് ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ഗ്രോത്ത് എന്ന് പറയുന്നത് നീ ഇന്നലെ വരെ ആയിരുന്ന ആ ആളിൽ നിന്ന് ഇന്ന് അല്പം കൂടി മെച്ചപ്പെട്ട ഒരാളായി മാറിയാൽ അതിനെ ഗ്രോത്ത് എന്ന് പറയാം. അതായത് നീ ഇന്നലെ വരെ ആയിരുന്ന വ്യക്തിയിൽ നിന്ന് നീ ഇന്ന് ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്തി നിന്റെ ക്യാരക്ടറിലും നിന്റെ പേഴ്സണാലിറ്റിയിലും നിന്റെ ദിനചര്യകളിലും ഒക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി ഒന്നും കൂടെ അല്പം കൂടെ മെച്ചപ്പെട്ട ഒരാളായിട്ട് മാറുമ്പോൾ നിനക്ക് അവിടെ ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട്. നീ നിന്റെ ഒരു ബെറ്റർ വേർഷനായി മാറുന്നതിനെയാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. നിന്റെ വളർച്ചയുടെ തുടക്കം അത് നിന്റെ ചിന്തയിൽ നിന്നാണ് ആദ്യം തുടങ്ങുന്നത്. അപ്പോൾ സക്സസ് എന്ന് പറയുന്ന സാധനം നിന്റെ അടുത്തേക്ക് താനേ വരും. അതെങ്ങനെയെന്നല്ലേ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ചിലർക്ക് എന്തെങ്കിലും അവരുടെ ലൈഫിൽ ഒരു നെഗറ്റീവ് സംഭവിച്ചാൽ, അല്ലെങ്കിൽ ചെറിയൊരു ഡൗൺഫാൾ സംഭവിക്കുമ്പോഴേക്കും അവരെന്താ പറയുന്നത്, അവരവരുടെ മൈൻഡിൽ എന്താ വിചാരിക്കുന്നത്? ഇതൊന്നും എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്തൊരു കാര്യമായിരിക്കും, അല്ലെങ്കിൽ ഇതൊന്നും എന്നെ കൊണ്ട് പറ്റാത്തതാണ്, അതുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിക്കുന്നത്. പക്ഷേ മറിച്ച് മറ്റൊരാൾ എന്താ ചിന്തിക്കുന്നത്? ഈ കാര്യത്തിൽ നിന്ന് എനിക്ക് എന്തൊക്കെയോ പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ഡൗൺഫാൾ, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഈ ഒരു നെഗറ്റീവ് സംഭവിച്ചത് എൻ്റെ എന്തൊക്കെയോ മിസ്റ്റേക്ക് കാരണമാണ്, ഇതിൽ നിന്ന് എനിക്ക് എന്തൊക്കെയോ പഠിച്ച് എൻ്റെ ലൈഫിൽ എന്തൊക്കെയോ ചേഞ്ചസ് വരുത്താനുണ്ട്, അതെന്തൊക്കെയാണെന്ന് കണ്ടെത്താനായിട്ടാണ് ഇപ്പുറത്തെ ആൾ ശ്രമിക്കുന്നത്. ഇങ്ങനെ ചിന്തിച്ച് തുടങ്ങുന്ന ആളുകളുടെ ലൈഫിലാണ് ഗ്രോത്ത് സംഭവിക്കുന്നത്. അയാളുടെ ലൈഫ് പതിയെ പതിയെ ഗ്രോ ചെയ്യാൻ തുടങ്ങും. അത് അയാളെടുക്കുന്ന അയാളുടെ ഡിസിഷൻസ് കാരണമാണ്. അയാളുടെ മൈൻഡിൽ എന്താ ചിന്തിച്ചത്, ഇതിൽ നിന്ന് എനിക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്താനുണ്ട്, എന്തൊക്കെയോ പാഠം പഠിക്കാനുണ്ട്. സോ അയാളുടെ ലൈഫിൽ അയാളുടെ മൈൻഡിൽ ചിന്തിച്ച നല്ല പോസിറ്റീവായിട്ടുള്ള തീരുമാനങ്ങളുടെ പുറത്ത് അയാളെടുക്കുന്ന ചേഞ്ചസ് കാരണം അയാളുടെ ലൈഫിൽ മാറ്റം വരികയാണ്. അയാളുടെ ലൈഫ് ഗ്രോ ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, പരാജയം ഒരിക്കലും ഒരു കാര്യത്തിൻ്റെ അവസാനമല്ല. ചെറിയൊരു പരാജയം സംഭവിച്ചാൽ അത് നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് റൂം ആണെന്ന് വിചാരിക്കുക, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ഇൻ്റർവെൽ ആണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ സക്സസ്സിന് വേണ്ടി നിങ്ങൾ എടുക്കുന്ന ചെറിയൊരു ഇൻ്റർവെൽ അതിന് കണക്കാക്കുക. എന്നിട്ട് അതിനേക്കാൾ ബെറ്റർ ആയിട്ട് ഉയർത്തെഴുന്നേൽക്കാനായിട്ട് ശ്രമിക്കുക. ഒരാളുടെ ലൈഫിൽ ഗ്രോത്ത് സംഭവിക്കണമെങ്കിൽ അയാൾക്ക് ഫസ്റ്റ് മസ്റ്റായിട്ട് വേണ്ട ഒന്നാണ് മെൻ്റൽ ഗ്രോത്ത്. നിങ്ങളുടെ വളർച്ചയ്ക്ക് നിങ്ങളെ ഏറ്റവും അത്യാവശ്യമായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. നല്ല ബുദ്ധിയുള്ളവർ മാത്രമാണ് ജീവിതത്തിൽ വളരുന്നത്, അല്ലെങ്കിൽ നല്ല ബുദ്ധിയുള്ളവരുടെ ജീവിതത്തിൽ മാത്രമാണ് ഗ്രോത്ത് ഉണ്ടാവുന്നത് എന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത്? എന്നല്ല. ബുദ്ധിയുള്ളത് കൊണ്ട് മാത്രം ഒരാൾക്ക് അയാളുടെ ലൈഫിൽ ഒരിക്കലും ഗ്രോത്ത് ഉണ്ടാവില്ല. പിന്നെ ആരുടെയൊക്കെ ലൈഫിലാണ് ഗ്രോത്ത് സംഭവിക്കുന്നത്? കോപം നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരാളായിരിക്കണം. വിമർശനങ്ങളൊക്കെ ഏറ്റെടുത്ത് അതൊക്കെ ഉൾക്കൊള്ളാൻ കഴിവുള്ള ഒരാളായിരിക്കണം. അതുപോലെ തന്നെ നല്ല ക്ഷമയുള്ള ഒരാളായിരിക്കണം. അതുപോലെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നവരായിരിക്കണം. ഇങ്ങനെ മെൻ്റലി നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആളുകളുടെ ലൈഫിലാണ് ഗ്രോത്ത് സംഭവിക്കുന്നത്. അല്ലാതെ ഒരുപാട് ബുദ്ധി ഉണ്ടായത് കൊണ്ട് മാത്രം അയാളുടെ ലൈഫിൽ ഗ്രോത്ത് ഉണ്ടാവണം എന്നില്ല. ഇനി ഞാനിവിടെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഗ്രോത്തിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ള 10 മാർഗങ്ങൾ അല്ലെങ്കിൽ
10 ഈസി സിമ്പിൾ വേസ് എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞുതരാം. ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് വളർത്തിയെടുക്കുക. എനിക്ക് ഒരുപാട് കഴിവുകളുണ്ട്, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്ന് നിങ്ങളെ ആദ്യം വിശ്വസിക്കുക. നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കുക. നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക. പ്രശ്നങ്ങൾ വന്നാൽ പേടിച്ച് ഓടാതെ അതിന് നേരിടാൻ കഴിയുന്ന ഒരു മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്തെടുക്കുക. സെക്കൻഡ് വണ്ണാണ് വ്യക്തമായ ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യുക. ലൈഫിൽ പ്രത്യേകിച്ച് ഒരു എയിമൊന്നും ഇല്ലാതെ, പ്രത്യേകിച്ച് ഒരു ഗോളൊന്നും ഇല്ലാതെ ഇങ്ങനെ അലസമായിട്ട് ജീവിച്ചു പോവാതെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഗോൾ സെറ്റ് ചെയ്യാം. എനിക്ക് ഇന്ന പൊസിഷനിൽ എത്തണം, അല്ലെങ്കിൽ എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. അങ്ങനെ ആ ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് അതിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക. തേർഡ് വണ്ണാണ് കംഫർട്ട് സോൺ വിട്ട് പുറത്തേക്ക് എടുക്കുക. സേഫായി തോന്നുന്ന സ്ഥലത്ത് മാത്രം നിന്ന് സേഫായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഗ്രോത്ത് ഉണ്ടാവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ചെറിയ ചെറിയ റിസ്ക് ഒക്കെ എടുത്ത് നിങ്ങളുടെ ലൈഫിനെ കൂടുതൽ മെച്ചപ്പെടുത്തതാക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്പർ 4, പുതിയ കാര്യങ്ങൾ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. എപ്പോഴും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. അതായത് നിങ്ങളെ പുതിയ ബെറ്റർ വേർഷൻ ആക്കി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ മൊബൈൽ ഫോണൊക്കെ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യും അല്ലേ, അപ്ഡേഷൻ കൊണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ പുതിയ കാര്യങ്ങളൊക്കെ പഠിച്ച് നിങ്ങളെ തന്നെ അപ്ഡേറ്റ് ചെയ്ത് ബെസ്റ്റ് ആൻഡ് ബ്രില്യൻ്റ് ആക്കി മാറ്റുക. 5th വണ്ണാണ് സ്വയം വിലയിരുത്തുക. സ്വന്തം ക്യാരക്ടറിനെ കുറിച്ചും അതുപോലെ നിങ്ങളുടെ സ്വന്തം പേഴ്സണാലിറ്റിനെ കുറിച്ചുമൊക്കെ ഇടയ്ക്കൊന്ന് വിലയിരുത്തുക. എന്നിട്ട് എന്തെങ്കിലും ചേഞ്ചസ് എൻ്റെ സ്വഭാവത്തിലോ എൻ്റെ പേഴ്സണാലിറ്റിയിലോ എൻ്റെ ക്യാരക്ടറിലൊക്കെ വരുത്തണോ എന്ന് നിങ്ങളോട് തന്നെ ചോദിക്കുക. നിങ്ങൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്യുക. എന്നിട്ട് ഇതിൽ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്തണം എന്നുണ്ടെങ്കിൽ അത് വരുത്തുക. 6th വണ്ണാണ് ആരോഗ്യം. നല്ല ആരോഗ്യം മെച്ചപ്പെടുത്തി നല്ലൊരു ആരോഗ്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. നമ്മുടെ ശരീരം ഓക്കെ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ മനസ്സും ഓക്കെ ആവില്ല. ഫസ്റ്റ് വണ്ണം നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ ബോഡി നിങ്ങൾ ഓക്കെ ആക്കുക. നല്ല ഉറക്കം, അതുപോലെ നല്ല പോഷകാഹാരം, വ്യായാമം, ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയിട്ട് ആരോഗ്യം ബെസ്റ്റ് ആക്കിയിട്ട് മാറ്റുക. 7th വണ്ണാണ് മറ്റുള്ളവരുടെ ഫീഡ്ബാക്ക് ഒക്കെ ആക്സെപ്റ്റ് ചെയ്യുക. നമ്മൾ കാണാത്ത പിഴവുകൾ നമ്മുടെ അപ്പുറത്തിരിക്കുന്ന ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ വേഗം കാണും. അത് അയാൾക്ക് വേഗം കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ നമുക്കത് ചിലപ്പോൾ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ആ പിഴവുകൾ മറ്റുള്ളവർ പറഞ്ഞു തരുമ്പോൾ അത് അംഗീകരിച്ചിട്ട് തിരുത്താനായിട്ട് ശ്രമിക്കുക. അല്ലാതെ അയാളെ കുറ്റപ്പെടുത്താതെ ഓക്കെ എൻ്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെ മിസ്റ്റേക്സ് ഉണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെ പിഴവുകൾ സംഭവിക്കുന്നുണ്ടായിരിക്കും, എനിക്കത് അറിയാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും എന്ന് മനസ്സിലാക്കിയിട്ട് അത് തിരുത്താനായിട്ട് ശ്രമിക്കുക. 8th വണ്ണാണ് നല്ല പരിസരം തിരഞ്ഞെടുക്കുക. നല്ല എൻവയോൺമെന്റ്. നിങ്ങളെ ഒരിക്കലും താഴേക്ക് പുഷ് ചെയ്യുന്ന, നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലും സക്സസ് ആവരുതെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ കൂടെയാണ് നിങ്ങൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് കിട്ടൂല. സോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു പൊസിഷനിൽ എത്തണം, നിങ്ങളുടെ ലൈഫ് നന്നായി കാണണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ കൂടെ ആ ഒരു എൻവയോൺമെന്റിൽ നിങ്ങൾ നിൽക്കുക. അപ്പം നിങ്ങൾക്ക് എന്ത് കിട്ടും? നല്ലൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് കിട്ടും. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. 9th വണ്ണാണ് സമയം നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കുക. സമയം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ കിട്ടുന്ന ഒന്നാണ്. എല്ലാവർക്കും ഒരു ദിവസം 24 hour മാത്രമേ ഉള്ളൂ. പക്ഷേ അതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ് ഓരോരുത്തരുടെ ലൈഫിലും വരുന്ന വ്യത്യാസം. അനാവശ്യ കാര്യങ്ങളിലൊക്കെ വെറുതെ ടൈം കളയാതെ നിങ്ങളുടെ ഗ്രോത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ സക്സസ്സിന് സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണോ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ടൈം യൂട്ടിലൈസ് ചെയ്യുക. ആൻഡ് ലാസ്റ്റ് വണ്ണാണ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഹെൽപ്പുകൾ ചെയ്തു കൊടുക്കുക. സഹായിക്കുക എന്ന് പറയുന്നത് ഏറ്റവും നല്ല ഒരു കാര്യമാണ്. സഹായിക്കുന്നതിലൂടെ നമ്മളും മാനസികമായിട്ട് വളരുകയാണ് ചെയ്യുന്നത്. ചെറിയ ചെറിയ സഹായങ്ങൾ പോലും നിങ്ങളുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും. അപ്പോൾ ഗ്രോത്ത് ഒരിക്കലും ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന ഒന്നല്ല. ഓരോ ദിവസവും നിങ്ങൾ എടുക്കുന്ന ചെറിയ സ്റ്റെപ്സ് നിങ്ങളുടെ ഫ്യൂച്ചർ, നിങ്ങളുടെ ഭാവി നിയന്ത്രിക്കും. അപ്പോൾ ഇന്നത്തെ ഡിസ്കഷൻസ് നമ്മളിവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ വീഡിയോനെ കുറിച്ചിട്ട് പറയാനുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ കോമെൻറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വെക്കുക. അപ്പം നമുക്ക് ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്, ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓരോരോ വീഡിയോ ആയിട്ട് നമുക്ക് ഇനി അങ്ങോട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇനി പുതിയൊരു ടോപ്പിക്കായിട്ട് പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.